വർഷം കൊണ്ട് സംഭവിക്കാൻ പോകുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, കോൺഗ്രസ് 5 വർഷം കൊണ്ട് അധികാരത്തിൽ നിന്ന് പുറത്തു പോകും. അവരുടെ അഴിമതിയും അവരുടെ വർഗീയതയുമാണ് അതിൻ്റെ കാരണം. 2, CPM എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ ഇല്ലാതാവും, കാരണം അവർക്കൊരു നല്ല പ്രതിപക്ഷമാവാൻ സാധിക്കില്ല. 3, BJP യഥാർത്ഥ പ്രതിപക്ഷമായി വളർന്ന് 5 വർഷം കൊണ്ട് BJP അധികാരത്തിൽ വരും. ശ്രീമാൻ പിണറായി വിജയൻ ആയിരിക്കും ഭാരതത്തിൻ്റെ ഏറ്റവും അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. ഇനി ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഭാരതത്തിൽ ഉണ്ടാവത്തില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് മുക്ത ഭാരതം ആയി കേരളം കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും കറപ്റ്റ് ആയിട്ടുള്ള 5 വർഷമായിരിക്കും നടക്കാൻ പോകുന്നത്. 10 വർഷം അധികാരത്തിൽ ഇല്ലാത്തതിൻ്റെ എല്ലാ കേടും അവർ ഈ ഒരു 5 വർഷം കൊണ്ട് തീർത്തും അതിനുള്ള പ്ലാനുമായിട്ടാണ് കോൺഗ്രസ്സുകാർ ഇപ്പോഴേ തയ്യാറായിട്ടിരിക്കുകയാണ്. 10 വർഷം കേരളത്തിന് മുഖ്യമന്ത്രി ആയിരുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കപ്പിത്താൻ, ലീഡർ എന്നൊക്കെയാണ് വിളിക്കാറുള്ളത്. അദ്ദേഹം 6 റൗണ്ടുകൾ എണ്ണുമ്പോൾ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നമ്മൾ കണ്ടു. കനല് ഒരുമാതിരി കെട്ടു. ഇനിയിപ്പോൾ കരിയും കൂടി ഇല്ലാതാവും അവർ അഹങ്കാരം കുറഞ്ഞില്ലെങ്കിൽ. അവരുടെ കപ്പിത്താൻ്റെ മുഖം മെനുക്കാനുള്ള PR പരിപാടി മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. 3 MLA-മാർ കേരളത്തിൽ നിന്ന് BJPക്ക് ജയിക്കുന്നത് 30-ന് സമമാണ്. ഇവരായിരിക്കും യഥാർത്ഥ പ്രതിപക്ഷം. ഈ പ്രതിപക്ഷമാണ് വർഗീയ ശക്തികളുടെ തോളിലേറി അധികാരത്തിൽ വന്ന UDF-ന് ബദലാവാൻ പോകുന്നത്. ബംഗാളിൽ എന്താണോ സംഭവിച്ചത്, 3 സീറ്റിൽ നിന്ന് BJP അധികാരത്തിൽ വന്നു. എഴുതി വെച്ചോളൂ, 5 വർഷം കഴിഞ്ഞ് കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. CPM-ന്റെ ചില DNA ഉണ്ട്. അതിലൊന്ന് അഹങ്കാരവും ഈ പറയുന്ന ധാർഷ്ട്യവുമാണ്. ആ DNA ഒന്നും പോകത്തില്ല. CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു 10 വർഷം കഴിയുമ്പോൾ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കുകൾ മാത്രമേ ഒതുങ്ങാൻ പോകുന്നൊരു പ്രസ്ഥാനം. നമസ്തേ. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം നടന്ന ഇടമാണ് തിരുവല്ല. തിരുവല്ലയിലെ BJP സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ അനൂപ് ആന്റണിയാണ് ഇന്ന് എനിക്ക് പോകുന്നത്. ഇവിടെ നമസ്തേ. നമസ്കാരം. നമുക്കറിയാം, തിരുവല്ലയിൽ നമുക്കൊരു വിജയത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും വലിയ രീതിയിലുള്ള അത്രയും ടഫായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ കാഴ്ചവെക്കാൻ സാധിച്ചൊരിടമാണ് തിരുവല്ല. എങ്ങനെയാണ് നമ്മുടെ വോട്ട് ശതമാനത്തിലുണ്ടായ വർധനവുണ്ട്, ഇരട്ടിയായി 2021 സംബന്ധിച്ച് ഇരട്ടിയായി വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ച ഒരു സാഹചര്യമുണ്ട്, എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായിട്ടും തിരുവല്ല ഇത്തവണ ഒരു വലിയ ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് നൽകിയത്. കാരണം കേരളത്തിൽ നമുക്കറിയാം 3 സീറ്റ് BJP ഇത്തവണ ജയിച്ചു. വളരെ അത്യുജ്വലമായ വിജയമാണ് നമുക്ക് 3ഇടത്ത് കിട്ടിയത്. ഒപ്പം നമ്മൾ 2ാം സ്ഥാനത്തെത്തിയ 6 മണ്ഡലങ്ങളുണ്ട്. അതിൽ കുറേ സമയമായിട്ട് 2ാം സ്ഥാനത്തുള്ള മണ്ഡലങ്ങൾ പലതുണ്ടെങ്കിലും അതിൽ തിരുവല്ല കൂടി അതിൽ ആഡ് ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതും വളരെ നല്ല രീതിയിലാണ് തിരുവല്ലയിലെ വോട്ട് ശതമാനം വർദ്ധിച്ചത്. 30% മുകളിൽ BJPക്ക് വോട്ട് കിട്ടി. എനിക്കൊന്ന് 7-8 മണ്ഡലങ്ങളിലൊന്ന് തിരുവല്ലയാണ്. അപ്പോൾ 30% വോട്ടിലേക്ക് തിരുവല്ലയിൽ എത്തുക എന്ന് പറയുന്നത് 1/3 അടുപ്പിച്ച ആളുകൾ നമുക്കൊപ്പം നിന്നു എന്നുള്ളത് ഒരു വലിയ അംഗീകാരമായിട്ട് കരുതുന്നു. ഒരു വലിയ വളർച്ചയാണ്. കറക്റ്റാണ് പറഞ്ഞത്. 2021 22,000 അടുപ്പിച്ച് വോട്ടുണ്ടായിരുന്നത് നമുക്ക് ഇത്തവണ 43,000 മുകളിൽ വോട്ടായി. നമ്മളും ജയിച്ച സ്ഥാനാർത്ഥിയും തമ്മിൽ വോട്ട് ഡിഫറൻസിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു നമുക്ക് നേടാൻ സാധിച്ചിരുന്നെങ്കിൽ നമുക്ക് വിജയം സുനിശ്ചിതമാക്കാമായിരുന്നു. പക്ഷേ ശരിയാണ്, നമ്മൾ പരാജയപ്പെട്ടെങ്കിലും നല്ലൊരു തുടക്കമാണ് തിരുവല്ലയെ സംബന്ധിച്ച്. പ്രത്യേകിച്ചും തിരുവല്ല പോലൊരു മണ്ഡലത്തിന് അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഒന്നെന്ന് പറയുന്നത് തിരുവല്ല ഒരിക്കലും നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു A കാറ്റഗറിയിൽ നിന്ന് ആരും കരുതിയിരുന്ന ഒരു മണ്ഡലമല്ല. 2, വലിയൊരു ന്യൂനപക്ഷ വോട്ടുള്ളൊരു സ്ഥലമാണ്. 45% മുകളിൽ ന്യൂനപക്ഷ വോട്ടുള്ളൊരു മണ്ഡലമാണ്. അങ്ങനെ ഒത്തിരി BJPയുടെ സംഘടനാ സംവിധാനം നല്ല രീതിയിലുള്ളൊരു സ്ഥലമൊക്കെയാണ്. പക്ഷേ എന്നാൽ പോലും നമ്മൾ പലപ്പോഴും തിരുവനന്തപുരമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള മണ്ഡലമല്ല. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ പ്രവർത്തകരുടെയൊക്കെ ഒരു അധ്വാനവും ജനങ്ങൾ നമ്മളെ സ്വീകരിച്ചതുമൊക്കെ ഒരു ഐതിഹാസികപരമായ ഒരു മുന്നേറ്റമാണ് നമുക്കവിടെ തന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ച് ഒരു അഭിമാനമായി മാറിയ ഒരു ഫലമാണ് പുറത്തേക്ക് വന്നത്. 3 താമരകൾ കേരളത്തിൽ വിരിയുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായി. വലിയൊരു മാറ്റമാണ് കേരളത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് വോട്ട് ഷെയറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ 6ഓളം മണ്ഡലങ്ങളിൽ നമുക്ക് 2ാം സ്ഥാനത്ത് എത്താൻ സാധിച്ചു. എനിക്ക് തോന്നുന്നു കുറച്ച് വർഗീയ വോട്ടുകൾ നമുക്ക് ലഭിക്കാതെ അവർ മാറി വോട്ട് ചെയ്തത് കൊണ്ട് നഷ്ടപ്പെട്ട ഒരുപാട് വിജയങ്ങൾ കൂടിയുണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഞാൻ പലപ്പോഴും പറയാറുണ്ടായിരുന്നു, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പറയുന്നൊരു കാര്യമാണ്, ശ്രീമാൻ പിണറായി വിജയൻ ആയിരിക്കും ഭാരതത്തിൻ്റെ ഏറ്റവും അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. അത് സംഭവിച്ചു, അത് സത്യമാണ്. ഇനി ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഭാരതത്തിൽ ഉണ്ടാവത്തില്ല. കഴിഞ്ഞ ദിവസം ഇന്നലെ ആരുടെയോ ട്വീറ്റ് ചെയ്യാൻ കണ്ടു, ഇനിയിപ്പോൾ കമ്മ്യൂണിസം ഉള്ളത് JNUവിൽ മാത്രമേ ഉള്ളൂ. ആ ഒരു രീതിയിലേക്ക് ഇന്ന് ഭാരതം എത്തി. ഒരു കമ്മ്യൂണിസ്റ്റ് മുക്ത ഭാരതം ആയി. അതൊരു യാഥാർത്ഥ്യമാണ്. ഈ തിരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ച് ഇതൊരു വഴിത്തിരിവാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറുകയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയം ഇനി വരാൻ പോകുന്ന നാളുകൾ UDFും NDAയും തമ്മിലുള്ള മത്സരമായിരിക്കും. LDF എന്ന് പറയുന്ന ഒരു മുന്നണിയും ആ മുന്നണിയിൽ തന്നെ ഇപ്പം അവരുടെ പല പ്രധാനപ്പെട്ട പാർട്ടികൾക്കൊന്നും സീറ്റ് പോലും ഇല്ല, ജയിച്ചിട്ടില്ല. ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ മാണി വിഭാഗത്തിനൊന്നും അവർക്ക് ജയിക്കാൻ പോലും സാധിച്ചിട്ടില്ല.
ഇപ്പം ഞാൻ മത്സരിച്ച സ്ഥലത്ത് തിരുവല്ലയിൽ അവരുടെ ഒരു മുന്നണിയിലെ ഒരു നേതാവ് മത്സരിച്ച അപ്പോൾ അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ അവർക്ക് ജയിക്കാനായിട്ടില്ല. അപ്പം അങ്ങനെ LDF എന്ന് പറയുന്ന സംവിധാനം ഇതോടുകൂടി ദുർബലമായി. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അവസാനം ഈ ഒരു തെരഞ്ഞെടുപ്പോടുകൂടി തുടങ്ങുകയാണ്. ഇനിയും വരാൻ പോകുന്ന കാലഘട്ടം, പ്രത്യേകിച്ച് ഈ 3 MLA-മാർ കേരളത്തിൽ നിന്ന് BJPക്ക് ജയിക്കുന്നത് 30-ന് സമമാണ്. ഈ 3 പേരും ശക്തന്മാരായിട്ടുള്ള നേതാക്കന്മാരാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ. ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയും മുരളിയേട്ടനും ശ്രീ ഗോപകുമാർ സാറും 3 ശക്തരായിട്ടുള്ള നേതാക്കന്മാരാണ്. ഇവരായിരിക്കും യഥാർത്ഥ പ്രതിപക്ഷം അടുത്ത 5 വർഷം. ഈ പ്രതിപക്ഷമാണ് ഇനിയും UDF എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞതുപോലെ വർഗീയ ശക്തികളുടെ തോളിലേറി അധികാരത്തിൽ വന്ന UDFന് ബദലാവാൻ പോകുന്നത്. അവർക്ക് മുന്നിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പോകുന്നത് ഈ 3 പേരാണ്. അതുകൊണ്ട് തന്നെയും ഈ 5 വർഷം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച്, NDA സംബന്ധിച്ച് അടുത്ത 5 വർഷത്തിലേക്കുള്ള ഒരു ഒരു യാത്രയാണ്. ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പോലെ അല്ല. ഈ 3 സീറ്റ് കിട്ടി, ഇനിയും അത് കഴിഞ്ഞിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിലില്ല. ഈ 3-ൽ നിന്ന് അടുത്ത തവണ അധികാരത്തിലേക്കാണ് ഭാരതീയ ജനതാ പാർട്ടി വരാൻ പോകുന്നത്. എഴുതി വെച്ചോളൂ, 5 വർഷം കഴിഞ്ഞ് കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ബംഗാളിൽ എന്താണോ സംഭവിച്ചത്, 3 സീറ്റിൽ നിന്ന് BJP അധികാരത്തിൽ വന്നു എന്ന് പറയുന്നത് പോലെ ഇത്തവണ BJP 3 സീറ്റിൽ നിന്ന് 5 വർഷം കഴിയുമ്പോൾ അധികാരത്തിൽ വരാൻ പോകുന്നതിൻ്റെ തുടക്കമാണിത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം സത്യം പറഞ്ഞാൽ നമുക്കറിയാം, അവരുടെ ഒരു വലിയൊരു അടിത്തറ എന്ന് പറഞ്ഞാൽ ഹിന്ദു വോട്ടുകൾ വലിയ രീതിയിലൊരു അടിത്തറയായിരുന്നു. ആ ഹിന്ദു വോട്ടുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൈവിട്ടു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇടയ്ക്ക് അവർക്ക് ഹിന്ദുക്കളെ വേണ്ട, അവർ ഹിന്ദുക്കൾക്കെതിരെ എന്തെല്ലാം ചെയ്യാമോ, ശബരിമല ഉൾപ്പെടെ, ശബരിമല കൊള്ള മാത്രമല്ല യുവതി പ്രവേശനം ഉൾപ്പെടെ കഫിയൊക്കെ ധരിച്ച് ഞങ്ങളാണ് ഏറ്റവും വലിയ ഇസ്ലാമികർ എന്ന് ഇസ്ലാമിസ്റ്റുകൾ എന്ന് തെളിയിക്കാനുള്ള ഒരു വലിയ വ്യഗ്രതയിലായിരുന്നു ശ്രീമാൻ പിണറായി വിജയൻ അടക്കമുള്ളവർ. ഇത് കേരളത്തിലെ ഹിന്ദു സമൂഹം, അതിപ്പം SNDP വിഭാഗമായിക്കൊള്ളട്ടെ, NSS വിഭാഗമായിക്കൊള്ളട്ടെ, SC വിഭാഗമായിക്കൊള്ളട്ടെ, എല്ലാവരും ഒരേപോലെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും അവരെ സംബന്ധിച്ച് ഇനി ആശ്രയം ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇനി അടുത്തൊരു 5 വർഷം കേരളത്തിൽ നടക്കാൻ പോകുന്നത് ഇടതുപക്ഷത്തിൽ നിന്ന് വലിയൊരു കുത്തൊഴുക്കായിരിക്കും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക്. കാരണം BJP ആണ് ഫ്യൂച്ചറിലുള്ള പാർട്ടി. ഇന്നലെ എന്നോട് ആരോ പറഞ്ഞു കേട്ടു, ഇനി ഞങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫ്യൂച്ചറിലേക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിലേക്കാണ് ആളുകൾ നോക്കുന്നത്. ഫ്യൂച്ചർ BJPയുടെയാണ്. അപ്പം അതുകൊണ്ട് ഒരു ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് വലിയ വിഭാഗം CPM-നോടൊപ്പം ഉള്ളത് ഇനി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് മടങ്ങി വരും, തിരിച്ചു വരും, ഇങ്ങോട്ട് വരും. അതോടുകൂടി ഭാരതീയ ജനതാ പാർട്ടിയാണ് കേരളത്തിലെ ഏറ്റവും വലിയൊരു ഓൾട്ടർനേറ്റീവ് എന്ന രീതിയിൽ മാറും. നേരത്തെ ചോദിച്ചൊരു ചോദ്യം, വർഗീയ ശക്തികളുടെ ഇത്തവണത്തെ വിജയം അവരുടെ വിജയമാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. കാരണം വർഗീയ ശക്തികൾ മുഴുവൻ ഒരുമിച്ച് വന്നു. ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗും ഒക്കെ കൈകോർത്ത തെരഞ്ഞെടുപ്പാണ്. അവരും വെൽഫെയർ പാർട്ടിയും SDPIയും മുസ്ലിം ലീഗും ഒക്കെ ഒരുപോലെ ഇത്തവണ ഞങ്ങൾക്ക് UDFനെ അധികാരത്തിൽ കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ എല്ലായിടത്തും ഒരുമിച്ച് കൈകോർത്തു. പക്ഷേ തെക്കൻ കേരളത്തിൽ കുറച്ച് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ മറ്റ് ചില ന്യൂനപക്ഷങ്ങൾ കൂടി അവരുടെ ആ ട്രാപ്പിൽ പോയി എന്നൊരു പ്രശ്നം മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് UDFന് ഇത്രയും വലിയൊരു വിജയം അവർക്ക് ലഭിച്ചത്. പക്ഷേ ഈ വർഗീയ ശക്തികളെ ഒറ്റപ്പെടുത്താൻ പോകുന്നതിൻ്റെയും കൂടി ഒരു 5 വർഷമാണ് വരാൻ പോകുന്നത്. കാരണം വർഗീയ ശക്തികൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അധികാരം കൈ കിട്ടുമ്പോഴത്തേക്ക് അവർ ആ വർഗീയ ശക്തികളുടെ പെരുമാറ്റം എന്ന് പറയുന്നത് അവരത് കാണിക്കും, പുറത്ത് കാണിക്കും. അവരുടെ വർഗീയത മുഴുവൻ അവർ പുറത്ത് കാണിക്കും. സാധാരണ ജനങ്ങൾ അത് അനുഭവിക്കേണ്ടി വരും. കേരള സ്റ്റോറികൾ കേരളത്തിലുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അവരുടെ തെറ്റ് മനസ്സിലാവും. 5 വർഷം കഴിഞ്ഞ് അതുകൊണ്ട് BJPക്ക് അധികാരത്തിൽ വരാനുള്ള ഒരു അവസരം എല്ലാവരും ചേർന്ന് ഒരുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, കേരള നിയമസഭയിൽ ദേശീയതയുടെ ശബ്ദം നമ്മൾ കേട്ടിട്ടില്ല. എപ്പോഴും ദേശീയതയ്ക്കെതിരെ സംസാരിക്കുന്നവരെയാണ് കേരള നിയമസഭ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇനിയുള്ള 5 വർഷങ്ങളിൽ ഏറ്റവും ഉയർന്നു കേൾക്കാൻ പോകുന്നത് ദേശീയതയുടെ ശബ്ദമാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ട്. അത് എത്രത്തോളം മാറ്റം കേരളത്തിൽ വരുത്തും എന്നുള്ളത് വലിയ മാറ്റമായിരിക്കും. കാരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു വളർച്ച തന്നെ നോക്കിക്കഴിഞ്ഞാൽ ദേശീയ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ ഉള്ളൂ കേരളത്തിൽ. അതിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ 5%, 6% വോട്ടിൽ നിന്ന് ഇന്ന് നമ്മൾ 20% വരെ കഴിഞ്ഞ ലോക്സഭയിലെത്തി. ഇപ്പോൾ തന്നെ 15% അടുപ്പിച്ച് നമുക്ക് വോട്ടുണ്ട്. അത്രയും ഒരു വലിയ വളർച്ച ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ട് എന്ന് പറഞ്ഞൊരു കാരണം ദേശീയതയോട് ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ദേശീയതയാണ് ശരി എന്ന് ജനങ്ങൾക്കൊരു വിശ്വാസമുള്ളത് കൊണ്ടാണ്. വർഗീയതയെ നേരിടാൻ ദേശീയതയ്ക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ളൊരു വിശ്വാസമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയും ഇത്തവണ അസംബ്ലിയിൽ മുഴങ്ങാൻ പോകുന്നത് ദേശീയതയുടെ ശബ്ദം തന്നെയാണ്. ഇടതുപക്ഷം 30 കഷ്ടിച്ച സീറ്റുകളിലാണ് അവർ പ്രതിപക്ഷത്തിരിക്കുന്നത്. അവർക്ക് അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വോയിസുകൾ പോലുമില്ല ഇത്തവണ അവരുടെ അസംബ്ലിയിൽ. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും അധികം മുഴങ്ങി കേൾക്കാൻ പോകുന്നത് ദേശീയതയുടെ ശബ്ദമായിരിക്കും, ദേശീയ വിഷയങ്ങളായിരിക്കും. അത് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയപരമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്, കേരള സ്റ്റോറികളുണ്ട്. അതെല്ലാം ഇത്തവണ അസംബ്ലിയിൽ മുഴങ്ങി കേൾക്കുന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. അപ്പോൾ നമുക്ക് ഈ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു, ഇടതുപക്ഷത്തിൻ്റെ ഒരു
പതനം നമ്മൾ കണ്ടു. ഒന്ന് ആലോചിച്ച് നോക്കുക, 10 വർഷം കേരളത്തിന് മുഖ്യമന്ത്രി ആയിരുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കപ്പിത്താൻ, ലീഡർ എന്നൊക്കെയാണ് വിളിക്കാറുള്ളത്, അദ്ദേഹം 6 റൗണ്ടുകൾ എണ്ണുമ്പോൾ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നമ്മൾ കണ്ടു. വളരെ നാണം കെട്ട ഒരു സാഹചര്യമാണ്. എങ്ങനെയാണ് അദ്ദേഹം ഇനി പുറത്തിറങ്ങി നടക്കുക എന്നുള്ളൊരു ഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചു പോകേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായി. ഇതിൽ നിന്നെല്ലാം ഇവരുടെ അഹങ്കാരം കുറയുമോ എന്നുള്ളതാണ് ചോദ്യം. അഹങ്കാരം കുറഞ്ഞില്ലെങ്കിൽ ഇതുപോലും ഇല്ലാതാവും. കനൽ ഒരുമാതിരി കെട്ടു, ഇനിയിപ്പോൾ കരിയും കൂടെ ഇല്ലാതാവും അവർ അഹങ്കാരം കുറഞ്ഞില്ലെങ്കിൽ. കാരണം അതുപോലെ അവർ നിയമസഭയിലും പുറത്തുമൊക്കെ വലിയ അഹങ്കാരമായിരുന്നു അവർക്ക്. PR കമ്പനികളെ വെച്ച് ഞങ്ങളാണെല്ലാം എന്ന് തെളിയിക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു അവരെല്ലാം. അതായത് ഒരു സൂപ്പർ ഹ്യൂമൻ ബീങ് ആണ് ശ്രീമാൻ പിണറായി വിജയൻ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമായിരുന്നു. അതിനിടയിൽ അവരുടെ യഥാർത്ഥ ജനങ്ങളുമായിട്ടുള്ള കണക്റ്റ് പോയി. നമ്മളൊരു സിനിമ പറയത്തില്ലേ, നമുക്കിപ്പോൾ ജനങ്ങളുടെ അടിത്തറയില്ല എന്നൊരു സിനിമ എന്ന് പറയുന്നത് പോലെ അതാണ് ഇന്ന് CPM-ന്റെ അവസ്ഥ. ജനങ്ങളുമായിട്ട് അവരുടെ ബന്ധം വിച്ഛേദിച്ചു. ഏറ്റവും താഴെത്തട്ടിൽ, ഇപ്പം എൻ്റെയൊക്കെ മണ്ഡലത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴെത്തട്ടിൽ CPM-ന് ഇപ്പോൾ ജനങ്ങളുമായിട്ട് ബന്ധമൊന്നുമില്ല. അവരുടെ കപ്പിത്താൻ്റെ മുഖം മെനുക്കാനുള്ള PR പരിപാടി മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു പരിധി കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ഇതെല്ലാം തട്ടിപ്പാണെന്ന്. അതിനുള്ള മറുപടി അവർ കൊടുത്തു. അഹങ്കാരം ശമിപ്പിക്കാൻ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ കപ്പിത്താനാണെങ്കിലും ജനങ്ങൾ അഹങ്കാരം ശമിപ്പിക്കും. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിജി ഇന്നും അജയ്യനായി ലോക നേതാവായി നിൽക്കുന്നത്? കാരണം അദ്ദേഹം ഇന്നും ഒരു ഏറ്റവും അധികം താഴ്മയോടുകൂടി നിൽക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ PR മാത്രം പൊലിപ്പിക്കാൻ വേണ്ടി നടക്കുന്നൊരു നേതാവല്ല. ശ്രീമാൻ പിണറായി വിജയൻ നരേന്ദ്രമോദി ആവണമെന്നൊക്കെയാണ് ആഗ്രഹം. പക്ഷേ അതിനുള്ള സ്റ്റഫുണ്ടോ, അതിനനുസരിച്ചുള്ള ഗുണങ്ങളുണ്ടോ എന്ന് അദ്ദേഹം ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നരേന്ദ്രമോദിജിയായിട്ട് നിൽക്കുന്നതിന് കാരണം ഏറ്റവും താഴ്മയുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഈ ലോകത്തിൻ്റെ ഏറ്റവും നെറുകയിൽ നിൽക്കുമ്പോൾ, അത് എനിക്ക് എൻ്റെ ജീവിതത്തിലൊക്കെ വ്യക്തിപരമായിട്ട് അനുഭവപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. എന്നെപ്പോലെ സാധാരണക്കാരനായ ഒരു ചെറിയ പ്രവർത്തനെ പോലും അദ്ദേഹം കൈപിടിക്കുന്നത് അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിട്ടില്ല. അഹങ്കാരിയ ഒരു നേതാവാണെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം അതിൽ നിന്നൊക്കെ ഇവർക്ക് പാഠം ഉൾക്കൊള്ളേണ്ടതാണ്. പക്ഷേ അവരെ കൊണ്ട് അത് സാധിക്കില്ല. കാരണം CPM-ന്റെ ചില DNA ഉണ്ട്. അതിലൊന്ന് അഹങ്കാരവും ഈ പറയുന്ന ധാർഷ്ട്യവുമാണ്. അത് CPM-ന്റെ DNA-യുടെ ഭാഗമാണ്. ആ DNA ഒന്നും പോകത്തില്ല. അതുകൊണ്ട് തന്നെയും CPM, ഞാൻ പറഞ്ഞില്ലേ, CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു 10 വർഷം കഴിയുമ്പോൾ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കുകളിൽ മാത്രമേ ഒതുങ്ങാൻ പോകുന്നൊരു പ്രസ്ഥാനമാണ്. ഇപ്പോൾ നമ്മൾ തിരുവല്ലയെ വീണ്ടും എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്കറിയാം, ക്രൈസ്തവ വോട്ടുകൾ തിരുവല്ലയെ അനുഗ്രഹിച്ചില്ല എന്നാണ് വിമർശകർ പറയുന്നത്. തിരുവല്ലയെ മാത്രമല്ല, കേരളത്തിലുടനീളം BJPക്ക് അത് ഗുണം ചെയ്തില്ല, അല്ലെങ്കിൽ BJPക്കൊപ്പം നിന്നില്ല എന്നുള്ള വിമർശനമുണ്ട്. എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ അത് കാലങ്ങളായിട്ട് അധികാരത്തിരിക്കുന്ന പാർട്ടിയോ അല്ലെങ്കിൽ കാലങ്ങളായിട്ട് വലിയ വോട്ട് ശതമാനത്തിലിരിക്കുന്ന പാർട്ടിയോ ഒന്നുമല്ല. ഒരു ഗ്രോയിങ് പാർട്ടിയാണ്. നമ്മുടെ ഗ്രോത്ത് ഫേസിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 3 സീറ്റും 10-15% വോട്ടും, അതിലും 2ാം സ്ഥാനത്ത് തിരുവല്ല അടക്കമുള്ള പല മണ്ഡലങ്ങൾ 2ാം സ്ഥാനത്ത് എത്തുക എന്നുള്ളത്. നമുക്ക് കേരളത്തിൻ്റെ അടുത്ത തവണ അധികാരത്തിൽ വരികയാണ് വേണ്ടത്. അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് എല്ലാവരെയും, നരേന്ദ്രമോദിജി പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയുടെ മാത്രം പുറകിന് പോകാനല്ല, എല്ലാവരും നമുക്കൊപ്പം വേണം. എന്നാൽ മാത്രമേ നമുക്ക് അധികാരത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. തിരുവല്ലയിൽ ഞാൻ വ്യക്തമായി പഠിച്ചു വരുന്നതേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും ആദ്യത്തെ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, എൻ്റെ ഒരു സ്റ്റഡിക്കകത്ത് എല്ലാ വിഭാഗത്തിൻ്റെ വോട്ടുകളും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ജയിച്ചത്? അതിന് വലിയൊരു ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് അമിത്ഷാജി തന്നെ ഞങ്ങളുടെ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. വിന്നബിലിറ്റി എന്ന് പറയുന്നൊരു ഫാക്ടറുണ്ട്. മറ്റെന്തിനേക്കാളും ഇമ്പോർട്ടൻറ്റ് വിന്നബിലിറ്റിയാണ്. ആ സ്ഥാനാർത്ഥി ജയിക്കുമോ ഇല്ലയോ എന്ന് ജനങ്ങളുടെ മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥിയുടെ മതമോ ജാതിയോ ഒന്നും നോക്കാതെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും വോട്ട് ചെയ്യും. എന്തുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അങ്ങനെ വോട്ട് എല്ലാ വിഭാഗത്തിനും അതുകൊണ്ടാണ് നമ്മൾ അധികാരത്തിൽ വന്നത് എന്ന് പറയുന്നത് പോലെ തിരുവല്ലയിലും എൻ്റെ ഒരു കണക്കൂട്ടലിൽ എല്ലാ വിഭാഗങ്ങളുടെയും വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും BJPയോടൊപ്പം നിൽക്കുന്ന, കാലങ്ങളായി നിൽക്കുന്ന ഹൈന്ദവ കമ്മ്യൂണിറ്റികളുടെയൊക്കെ വോട്ടുകളാണ് ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ക്രൈസ്തവ വോട്ടുകളും ഗണ്യമായി കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ എനിക്ക് ഇത്രയും വലിയൊരു ഇതിലേക്ക് എത്താൻ സാധിക്കില്ല. പക്ഷേ അതിനകത്ത് തന്നെയും എടുത്തു പറയേണ്ടത്, BJPയോടൊപ്പം പലപ്പോഴും ദൂരെ മാറി നിന്ന പല ഹിന്ദു കമ്മ്യൂണിറ്റീസുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ SC കമ്മ്യൂണിറ്റിയിലുള്ള പല വിഭാഗങ്ങൾ, ഇതൊക്കെ കാലങ്ങളായിട്ട് CPM കുത്തകയായിട്ട് കയ്യിൽ വെച്ചുകൊണ്ട് അവർ BJPയുടെ ഒരു മീറ്റിങ്ങിൽ പോയാൽ പോലും അവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ അവരെ ഒരു കാരാഗൃഹത്തിൽ അടച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വിടുവിച്ച് അവർ വന്ന് BJPയോടൊപ്പം നിന്നിട്ടുണ്ട്. എനിക്കറിയാം, എന്നെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള CPM-ൻ്റെ വലിയ സ്ട്രോങ് ഹോൾഡായിട്ടുള്ള കോളനികൾ പോലും തിരുവല്ലയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല പുതിയ വിഭാഗങ്ങളും ഇത്തവണ BJPയോടൊപ്പം വന്നിട്ടുണ്ട്.
അതാണ് ഞാൻ പറഞ്ഞത്. അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ഹിന്ദുക്കളുടെ വിഭാഗങ്ങളുണ്ട്, പിന്നോക്ക വിഭാഗങ്ങളുണ്ട്, ക്രൈസ്തവരുണ്ട്, എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നിട്ടാണ് തിരുവല്ലയിൽ എനിക്ക് ഇത്രയും വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത്. എത്ര ശതമാനം വോട്ട് ഏത് കമ്മ്യൂണിറ്റിയുടെ എന്ന് ഞാൻ കൃത്യമായി ഇതുവരെ പഠിച്ചിട്ടില്ല, ഞാൻ ആ പഠനം നടത്തുന്നേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്തവണ UDF അനുകൂലമായിട്ട് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു എന്നുള്ളൊരു വാസ്തവമാണ്. ഞാൻ അതിനെ നിരാകരിക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് തിരുവല്ലയിലും സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷേ തിരുവല്ലയിലെ ഒരു പഠനം നടത്തി നോക്കിക്കഴിഞ്ഞാൽ തിരുവല്ലയിൽ UDF കിട്ടിയത് 53,000 ശിഷ്ടം വോട്ടാണ്. കഴിഞ്ഞ 2011 UDF ഫലമെടുത്ത് അവർ അന്ന് 2ാം സ്ഥാനത്തായിരുന്നു. അവർ ഫലമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതേ 53,000 വോട്ട് അന്നും അവർ കിട്ടി. 2016 എടുത്ത് പോയി കഴിഞ്ഞാൽ 52,000 വോട്ടോ മറ്റോ അവർക്ക് അന്നും കിട്ടി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോയി കഴിഞ്ഞാൽ 51,000 വോട്ട് കഴിഞ്ഞ തവണയും കിട്ടി. എന്ന് പറഞ്ഞാൽ UDF കാര്യമായി ഒരു വളർച്ച തിരുവല്ലയിൽ നേടാൻ സാധിച്ചിട്ടില്ല. എന്ന് പറയുമ്പോൾ ക്രൈസ്തവ വോട്ടാണല്ലോ ഏറ്റവും വലിയ UDF കിട്ടി എന്ന് അവകാശപ്പെടുന്നൊരു വോട്ട്. അങ്ങനെ ഒരു വലിയ വോട്ട് അതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, അതും പ്രത്യേകിച്ച് മാത്യു ടി തോമസിനെ പോലൊരു 20 വർഷമായി MLA ആയിരിക്കുന്ന പ്രത്യേകിച്ചൊരു ക്രൈസ്തവ നേതാവ്, അദ്ദേഹം 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വോട്ട് UDF ഗണ്യമായി കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് ഈ 53,000 അല്ലല്ലോ നിൽക്കേണ്ടത്, അവർ 60-നൊക്കെ മുകളിൽ കിടക്കേണ്ടതല്ലേ. കാരണം മാത്യു ടി തോമസ് എന്നും 60,000-ന് മുകളിൽ ജയിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് 43,000 കിട്ടുകയും അവിടെ 53,000 കിട്ടുകയും ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ BJP ആണെന്ന് പറയുമ്പോൾ പുച്ഛത്തോടെ നോക്കിയിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ ഒരു കാലഘട്ടം എല്ലാം മറികടന്നുകൊണ്ടാണ് ഇന്ന് നിയമസഭയിലേക്ക് 3 നേതാക്കൾ, അതും BJPയെ സംബന്ധിച്ച് അത്രത്തോളം അഭിമാനമുള്ള ഒരു നിമിഷമാണ് അവർ നിയമസഭയിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആ ഒരു നിമിഷം എന്ന് പറയുന്നത്. ആ ഒരു വലിയ മാറ്റമാണ് കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു BJP പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എത്രത്തോളം സന്തോഷം തരുന്നുണ്ട്? ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നമ്മുടെ പ്രവർത്തകർ, കേരളത്തിലെ പ്രവർത്തകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു രീതിയല്ല BJP. കോൺഗ്രസിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ തിരുവല്ല തന്നെ എടുത്ത് പറയുകയാണെങ്കിൽ BJPയുടെ പ്രവർത്തകർ അധ്വാനിച്ചതിൻ്റെ 10% പോലും കോൺഗ്രസിൻ്റെ പ്രവർത്തകർ പ്രവർത്തിച്ചിട്ടില്ല. അവരുടെ വോട്ടെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ വോട്ട് ബാങ്കുകളാണ്. അവർക്ക് ആ ഒരു വോട്ട് ബാങ്കിനെ ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് കിട്ടും. പക്ഷേ BJPയുടെ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ അക്സെപ്റ്റബിലിറ്റി അത് ഉണ്ടാക്കിയെടുത്തത് വളരെ അധ്വാനിച്ചിട്ടാണ്. ഞങ്ങളുടെയൊക്കെ തിരുവല്ലയിലൊക്കെ പ്രവർത്തകരും ഈ പറയുന്ന നേമവും കഴക്കൂട്ടവും ചാത്തന്നൂരും നമ്മൾ 2ാം സ്ഥാനം വന്ന മണ്ഡലങ്ങൾ, ആറ്റിങ്ങലടക്കമുള്ള മണ്ഡലങ്ങളും തിരുവനന്തപുരം സെൻട്രലും ഒക്കെ അവിടുത്തെ എല്ലായിടത്തെയും പ്രവർത്തകർ കഠിനമായി അധ്വാനിച്ചിട്ടാണ് ഈ ഒരു വിജയത്തിലേക്ക് എത്തിയത്. ബലിദാനികളുണ്ടായ പ്രസ്ഥാനമാണ്. അപ്പം അവരുടെ എല്ലാം ബലിദാനവും അവരുടെ ത്യാഗവും അവരുടെ അധ്വാനവുമാണ് BJPയുടെ ഈ ഒരു വിജയം. അപ്പോൾ അതുകൊണ്ട് തന്നെയും കോൺഗ്രസ്സുകാർക്ക് അവർക്ക് എൻ ബ്ലോക്കായിട്ട് കിട്ടുന്ന വർഗീയ വോട്ടുകളുടെ വോട്ട് ബാങ്ക് നമുക്കില്ല. അങ്ങനെയുള്ള ഒരു വോട്ടല്ല ഈ 3 വിജയം. അതുകൊണ്ട് തന്നെയും ഈ വിജയങ്ങൾ മിന്നുന്ന വിജയങ്ങളാണ്, പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിൻ്റെ വിജയങ്ങളാണ്, അവരുടെ അധ്വാനത്തിൻ്റെ വിജയങ്ങളാണ്. അതുകൊണ്ട് തന്നെയും ഇതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്നോടൊപ്പം ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകരുടെയും സന്തോഷവും അധ്വാനവും കണ്ണുനീരും എല്ലാം ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിലുണ്ട്. അതുകൊണ്ട് വലിയ സന്തോഷമാണ്. ഇവർ 3 പേര് അസംബ്ലിയിൽ ഇരിക്കുന്ന കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇപ്പോൾ നമുക്കറിയാം 10 വർഷം LDFൻ്റെ ഒരു ഭരണമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇനി ഒരു 5 വർഷം UDFിലേക്കാണ് ആ ഭരണം എത്തി നിൽക്കുന്നത്. നമുക്കറിയാം LDFനെ സംബന്ധിച്ചൊരു കേഡർ സ്വഭാവം ഉണ്ടായിരുന്ന പാർട്ടിയാണ്. പക്ഷേ UDFിലേക്ക് വരുമ്പോൾ അവരുടെ തമ്മിലുള്ള പ്രശ്നങ്ങൾ തന്നെ തീർക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം. ഇപ്പോൾ തന്നെ നമുക്ക് തിരഞ്ഞെടുപ്പിന് ഫലം വരുന്നതിന് മുൻപ് മുഖ്യമന്ത്രി കസാരയ്ക്ക് വേണ്ടി അടി നടന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും അവർക്ക് കേരളത്തിൽ ഒരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കുക? അടുത്തൊരു 5 വർഷം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, അടുത്തൊരു 5 വർഷം കേരളം രാഷ്ട്രീയം കണ്ടിട്ടില്ലാത്ത ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ 5 വർഷമായിരിക്കും. ഇതിൽ ആദ്യമേ സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസിനുള്ളിലെ തമ്മിൽത്തല്ല് അത് രൂക്ഷമാവും. 1. 2, ഈ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വർഗീയ ശക്തികൾ അവർ കണ്ടമാനം പിടിമുറുക്കും. ആ പിടിമുറുക്കം കാരണം പ്രത്യേകിച്ച് ഹൈന്ദവ സമൂഹവും ക്രൈസ്തവ സമൂഹവും എല്ലാം വലിയ ശ്വാസമുട്ടൽ അനുഭവിക്കും. അത് അവർ പ്രകടിപ്പിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഒരു വലിയ കോൺഫ്ലിക്റ്റിലേക്ക് കോൺഗ്രസും ഈ ഭരണവും പോകും. 2, ഏറ്റവും കേരളം കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും കറപ്റ്റായിട്ടുള്ള 5 വർഷമായിരിക്കും നടക്കാൻ പോകുന്നത്. കാരണം 10 വർഷം അധികാരത്തിൽ ഇല്ലാത്തതിൻ്റെ എല്ലാ കേടും അവർ ഈ ഒരു 5 വർഷം കൊണ്ട് തീർത്ത് അതിനുള്ള പ്ലാനുമായിട്ടാണ് കോൺഗ്രസ്സുകാർ ഇപ്പോഴേ തയ്യാറായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ 5 വർഷം ഏറ്റവും അധികം വർഗീയ ശക്തികളുടെ ഒരു പ്രഭാവം അതിൽ ഞെരുക്കപ്പെട്ടു പോകുന്ന ഹൈന്ദവ ക്രൈസ്തവ സമൂഹങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഒപ്പം വലിയ രീതിയിലുള്ള കറപ്ഷൻ, അഴിമതി നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം അപ്പുറത്തെ വശത്ത് പ്രതിപക്ഷത്തിരിക്കുന്നത് 30 സീറ്റ് കണ്ടേ ഉള്ളവർക്ക് കാര്യമായ ഒരു പ്രതിപക്ഷ നേതാവ് പോലും അവർക്ക് ഇത്തവണ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഈ കാഡർ സ്വഭാവം എന്നൊക്കെ പണ്ട് പറയുന്ന CPM ഇന്ന് കാഡർ വല്ലതും ഒന്നുമില്ല. അത് ഈ ഒരു 5 വർഷം എന്ന് പറഞ്ഞാൽ CPMൻ്റെ പതനത്തിൻ്റെ 5 വർഷമായിരിക്കും.
ആ ഇതിൽ BJP ആണ് മുന്നോട്ട് വരാൻ പോകുന്നത്. യഥാർത്ഥ പ്രതിപക്ഷമായി ഇവരുടെ അഴിമതിയും ഇവരുടെ വർഗീയതയും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യഥാർത്ഥമായ ഒരു പ്രതിപക്ഷമായി 5 വർഷം കൊണ്ട് BJP മാറും. അതുകൊണ്ട് ഈ 5 വർഷം കൊണ്ട് സംഭവിക്കാൻ പോകുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, കോൺഗ്രസ് 5 വർഷം കൊണ്ട് അധികാരത്തിൽ നിന്ന് പുറത്തു പോകും. അവരുടെ അഴിമതിയും അവരുടെ വർഗീയതയുമാണ് അതിൻ്റെ കാരണം. 2, CPM എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ ഇല്ലാതാവും, കാരണം അവർക്കൊരു നല്ല പ്രതിപക്ഷമാവാൻ സാധിക്കില്ല. 3, BJP യഥാർത്ഥ പ്രതിപക്ഷമായി വളർന്ന് 5 വർഷം കൊണ്ട് BJP അധികാരത്തിൽ വരും. എഴുതി വെച്ചുള്ളൂ, ഈ 3 കാര്യങ്ങളുമാണ് ഈ 5 വർഷം സംഭവിക്കാൻ പോകുന്നത്.